ഗുഡ് ഈവനിങ്, എല്ലാവർക്കും സ്വാഗതം. കേരളം വിധിയെഴുതി കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും ഫലപ്രഖ്യാപനത്തിലേക്കാണ്. ഉയർന്ന പോളിംഗ് ശതമാനമാണ് സംസ്ഥാനം രേഖപ്പെടുത്തിയത്. 78.27%. മുന്നണികൾക്കും ഉയർന്ന പ്രതീക്ഷകൾ തന്നെ. ഭരണ തുടർച്ച ഉറപ്പ് എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. 75-ലധികം സീറ്റ് നേടി അധികാരത്തിൽ തുടരും എന്നാണ് അവകാശവാദം. അതേസമയം 80-ലധികം സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരും എന്ന് UDF ഉറപ്പിച്ച് പറയുന്നു. ഇതിനിടയിൽ ഒരു തൂക്കുമന്ത്രിസഭയുടെ സാധ്യതകൾ കണക്കുകൂട്ടുകയാണ് BJP. നിർണായക ശക്തിയായി മാറും എന്നാണ് BJP പ്രതീക്ഷകൾ. നിയമം ഉൾപ്പെടെ 5ഓളം മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് വിലയിരുത്തൽ. എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഉത്തരം മെയ് 4 കിട്ടും. പണം കൊണ്ട് വിജയം നേടാനാകില്ലെന്ന് എതിർപക്ഷത്തെ വിമർശിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. G സുധാകരനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തി സജി ചെറിയാൻ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ചാൽ G സുധാകരൻ്റെ കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തും എന്നാണ് മുന്നറിയിപ്പ്. ഇന്നത്തെ ഇലക്ഷൻ ചിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. ഇന്ന് സംസ്ഥാനത്തുണ്ടായ ഒരു വലിയ സംഭവവികാസം ഷോൺ ജോർജിൽ നിന്നാണ്. ഷോൺ ജോർജ് ഒരു വലിയ പടക്കമാണ് പൊട്ടിച്ചത്. കത്തോലിക്ക സഭയ്ക്കും അതിൻ്റെ മുഖപത്രമായ ദീപികയ്ക്കും എതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഷോൺ ജോർജ്. പാലയിലെ NDA സ്ഥാനാർത്ഥിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ കേരള രാഷ്ട്രീയം കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ദീപിക പത്രത്തിലൂടെ പറഞ്ഞു എന്നാണ് ഷോണിൻ്റെ പരാതി. അതാണ് സഭയുടെ നിലപാടെങ്കിൽ തങ്ങളും സഭയെ വേണ്ട എന്ന് വെക്കും എന്ന് ഷോൺ പറയുന്നു. സഭയ്ക്ക് വേണ്ടി വാദിക്കുന്ന തന്നോട് സഭയിൽ നിന്ന് എന്ത് ലഭിച്ചു എന്ന് അമിത്ഷാ ചോദിച്ചാൽ തനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും എന്നാണ് ഷോൺ ചോദിക്കുന്നത്. FCRA ഉൾപ്പെടെയുള്ള ബില്ല് മാറ്റിവെച്ചത് തങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നു. സഭയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയ്ക്കൊപ്പം തങ്ങൾ നിന്നു. ഷോൺ ജോർജും BJPയും അമിത്ഷായും ഒക്കെ സഭയ്ക്കൊപ്പം നിന്നു എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മറ്റുള്ള പാർട്ടിക്കാരും ആരും ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് സഭയ്ക്ക് എന്ത് ഗുണമാണ് കോൺഗ്രസിനെ കൊണ്ടും CPMനെ കൊണ്ടും ഉണ്ടായത് എന്ന് ഷോൺ ജോർജ് ചോദിക്കുകയാണ്. ദീപിക പത്രം KC വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്നാണ് ആക്ഷേപം. തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രം രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. ദീപികയിൽ വരുന്ന ലേഖനങ്ങൾ സഭയുടെ ഔദ്യോഗിക അഭിപ്രായം ആകണമെന്ന് ഇല്ല. പക്ഷേ പിതാക്കന്മാരുടെ ലേബലിൽ ചില വ്യക്തികൾ UDFന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം. സഭാ വോട്ടുകൾ എന്ന് പറയുന്നത് ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല എന്നൊക്കെ ഷോൺ ജോർജ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് പത്രം പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. സഭയുടെ മുഖപത്രം പറയുന്നത് ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് ഷോൺ ജോർജ് ആക്ഷേപിക്കും. സഭയുടേതാണ് ഈ നിലപാടെങ്കിൽ ഞങ്ങൾക്കും നിലപാട് മാറ്റേണ്ടി വരും എന്ന് ഷോൺ ജോർജിൻ്റെ മുന്നറിയിപ്പ് വരികയാണ്. ഷോണിൻ്റേതിന് സമാനമായ നിലപാട് തന്നെയാണ് PC ജോർജിനും ഉള്ളത്. പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ജോർജും അതേ നിലപാട് തന്നെ പറയുന്നു. പക്ഷേ കൂടുതൽ കടുപ്പിച്ച ഒരു ഭാഷയിലാണ് PC ജോർജ് പറയുന്നത്. തനിക്ക് വേണ്ട പിന്തുണ സഭയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവിടെയും പരാതി. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇതൊക്കെ തികഞ്ഞ മര്യാദകേടാണ് എന്നത് അടുത്ത ഭാഷയിൽ പറയുന്നു. മെത്രാന്മാർ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന്, അവരോട് യാതൊരു ബഹുമാനവും ഉണ്ടാകില്ല എന്നുമൊക്കെ ജോർജ് തുറന്നടിക്കും. അപ്പോൾ ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ആണ് തർക്കം ഉണ്ടായത്. FCRA ബില്ലിനെ പറ്റി ആണ് ചില ആശങ്കകൾ ഉണ്ടായത്. അതാണ് പല ബിഷപ്പുമാരും ഒക്കെ പുറത്തു പറയുകയൊക്കെ ചെയ്തത്. ഏതായാലും PC ജോർജ് അതൊക്കെ അതിനെതിരെ വിശദമായി പറയുമ്പോൾ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്ക് നൽകാൻ സഭാ നേതൃത്വം എന്തിനാണ് ഭയക്കുന്നത് എന്ന് PC ജോർജ് ചോദിക്കുന്നു. പഴയ കാലത്തെ പോലെ മെത്രാന്മാർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല ഇന്നത്തെ ജനങ്ങൾ എന്ന് അദ്ദേഹം ഈ സഭയെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും. ഈ തെരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാകും
ജനങ്ങൾ വിധി എഴുതുക എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഷോൺ ജോർജിന് പക്ഷേ മറുപടിയുമായി ഇന്ന് പാലയിൽ നിന്ന് ജോസ് കെ മാണി എത്തി. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് ജോസ് കെ മാണി. SIR വിഷയത്തിൽ ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അതൊരു സമൂഹത്തിൻ്റെ മൊത്തം ആശങ്കയാണ്. ആ ആശങ്കയ്ക്കുള്ള പ്രതികരണമാണ് വന്നത്. FCRA ഭേദഗതി ബില്ലിനെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് നീട്ടിവെച്ചത് ഷോണിൻ്റെ ആവശ്യപ്രകാരമായിരുന്നുവെങ്കിൽ ആ ബില്ല് തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ നിലപാട് മാറ്റിപ്പറയുന്നത് ഈ ഷോൺ ജോർജിൻ്റെ ശീലമാണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങളും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. PC ജോർജിനും ഷോൺ ജോർജിനും വിമർശനവുമായി മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടനും രംഗത്തെത്തി. മാത്യു കഴിഞ്ഞ ദിവസം ഈ മണൽ എടുത്തതിനെ സംബന്ധിച്ചും പ്രളയമുണ്ടായതിനെ സംബന്ധിച്ചുമൊക്കെ വലിയ വിവാദങ്ങൾ മാത്യു പ്രതികരിച്ചിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഏതായാലും മാത്യു കുഴൽനാടനും ഷോൺ ജോർജിനെതിരെ രംഗത്ത് വരികയാണ്. ഇരുവരും BJPയുടെ ട്രോജൻ കുതിരകളാണ് എന്നാണ് മാത്യു പറയുന്നത്. അതായത് ഷോൺ ജോർജും അതുപോലെ പിതാവ് PC ജോർജും BJPയുടെ ട്രോജൻ കുതിരകളാണ്. സഭയെ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താനാണ് അവരുടെ ശ്രമം. BJPയും അത് കൊള്ളാം എന്ന് കരുതി ചിലർ വൈദികർക്ക് ഇത് തിരിച്ചറിയാനുള്ള അവസരമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറയുകയാണ്. സഭയ്ക്കെതിരായി PC ജോർജിൻ്റെ വിമർശനം BJPയുടെ പൊതു നിലപാടാണെന്ന് മന്ത്രി വാസവനും ഇന്ന് വ്യക്തമാക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ മുൻപും PC ജോർജ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകളെപ്പോലും അന്യായമായി ജയിലിലിട്ടവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതികരിക്കേണ്ട എന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും ഇതൊക്കെ ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചു. നമുക്ക് നോക്കാം ആ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന്. ആ പ്രതികരണങ്ങളിലേക്ക് പർപ്പസ്ഫുള്ളി BJP ഉപദ്രവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായി. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ദീപിക പത്രമൊക്കെ നടന്ന പ്രചരണങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ പിന്തുണയ്ക്കുന്ന KC വേണുഗോപാലും ജോസ് കെ മാണിയും ഇവരൊക്കെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? ചില വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ വിടുപണി ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് പറ്റണം. ഇന്നലത്തെ ദീപിക പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ചിട്ട് അമിത്ഷാജി ചോദിക്കുക, നിങ്ങളല്ലേ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCRA ബില്ല് മാറ്റിവെച്ചത്? ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും? ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ദീപിക എന്ന് പറഞ്ഞ പത്രം അത് ഏതെങ്കിലും സഭയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സാമൂഹിക വിഷയങ്ങൾ എല്ലാം എടുത്ത് അതെല്ലാം വന്യമൃഗത്തിൻ്റെ വിഷയമായാലും ഛത്തീസ്ഗഡിൻ്റെ വിഷയമായാലും എടുത്ത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യും. അതിനകത്ത് ആരെങ്കിലും അതിനെ ആ സാമൂഹിക വിഷയങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ഇടപെടിപ്പിക്കാൻ നോക്കും. ഇതാർക്കും എതിരല്ല. പക്ഷെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പം നിങ്ങൾ ചോദിച്ച ആ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചോളം എപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും. എവിടെയാണോ ഇരിക്കുന്നത് അതിനെതിരെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. മിനിമം 16,000 ഉണ്ട് ഭൂരിപക്ഷം കിട്ടും. എനിക്ക് 65,000 വോട്ട് കിട്ടും. 1.33 മറ്റേ പോൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 3 കുറച്ച് നോട്ടയും ചെറിയ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ട് പോയാലും ബാക്കി വരുന്ന 1.65,000 വോട്ട് എനിക്കാണ്. പിന്നെ ഷോണും ജോസ് കെ മാണിയും തമ്മിൽ പിടിക്കുന്ന വോട്ടനുസരിച്ചിരിക്കും എൻ്റെ ഭൂരിപക്ഷം. ഷോണിൻ്റെ ആളുകൾ പറയുന്ന 46,000 വോട്ട് വരെ പിടിക്കുന്നു. അതെനിക്ക് തോന്നുന്നില്ല. അതെന്തോ ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് നമ്മുടെ കാര്യം പറഞ്ഞാൽ 65,000 വോട്ട് ഫിക്സഡ് ആയിട്ട് നമ്മളിലുണ്ട്. BJPയുടെയും സംഘപരിവാറിന്റെയും ഒരു വോയിസ് ആണ് ഇന്ന് നമ്മൾ PC ജോർജിലൂടെയും ഷോൺ ജോർജിലൂടെയും കേട്ടത്. BJPയിലെ ചില ഘടകങ്ങളെ PC ജോർജ് പോലെ, ഷോൺ ജോർജ് പോലെ, 2020 പോലെ, അബ്ദുള്ളക്കുട്ടി പോലുള്ള ട്രോജൻ ഹോഴ്സുകളെ ഇറക്കി കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഇവർ ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതാനും ചില അച്ഛന്മാർക്കോ അല്ലെങ്കിൽ ചില പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ ചില മെത്രാന്മാർക്കോ ഒക്കെ BJPയും കൊള്ളാം എന്നൊരു തോന്നൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു ബോധോദയം ഉണ്ടാവാൻ ഇത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് BJPയുടെ ഒരു പൊതു നിലപാടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പും PC ജോർജ് വ്യക്തിപരമായും സഭയെ വെല്ലുവിളിച്ച് ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തതാണ്. കാഞ്ഞിരപ്പള്ളി പിതാവിനെ വലിയ രൂപത്തിൽ വ്യക്തിപരമായി ആക്ഷേപിച്ച രംഗം ഒരു കാലഘട്ടത്തിൽ TV നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൊതുവിലിപ്പോൾ BJP കൂടി ആയപ്പോൾ സഭയെ വെല്ലുവിളിക്കുക മാത്രമല്ല, സഭാംഗങ്ങളെ കയ്യേറ്റം ചെയ്യുകയും
കന്യാസ്ത്രീകളെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടയ്ക്കുകയും ചെയ്ത് 7-8 ദിവസം രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന BJP ഗവൺമെൻറ്റാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ അനുയായികൾ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരിൽ നിന്ന് അതിക്കുള്ളൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവർ അച്ഛൻ്റെ മകൻ തന്നെയാണ്, മകൻ അല്ലെങ്കിൽ മകൻ്റെ അച്ഛനാണെന്നും പറയും. രണ്ടും ഒരേപോലെ പ്രയോഗിക്കും. മകൻ്റെ അച്ഛനാണ്, അച്ഛൻ്റെ മകനുമാണ്. യെസ്, അതാണ് ഇന്ന് ഈ വിഷയത്തിൽ വലിയ തർക്കങ്ങൾ, വാഗ്വാദങ്ങൾ, പരസ്പര പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ടാവുകയാണ്. പക്ഷേ BJPയിലെ ഒരു വിഭാഗത്തിനെങ്കിലും ഷോൺ ജോർജ് ഇത് പറയേണ്ടതായിരുന്നു എന്ന ഒരു നിലപാടുണ്ട്. ഇത് എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ കേക്കും കുരുത്തോലിയുമൊക്കെയായി പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഉള്ളിലുണ്ടെങ്കിലും പക്ഷേ പുറത്തേക്ക് BJP അത് അത്ര കണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. PC ജോർജ് ക്രൈസ്തവ സഭകളെക്കുറിച്ച് പറയുന്ന നിലപാട് പാർട്ടിയുടെ നിലപാടല്ല എന്നാണ് അവരുടെ ഒരു പ്രതികരണമായി വന്നിട്ടുള്ള BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകി. ഞങ്ങൾക്ക് ഇനി ക്രിസ്ത്യൻ ഔട്ട്റീച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ അവരുമായി നല്ല അടുപ്പമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പാർട്ടി BJP ആണ് എന്ന ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നു. നേരത്തെ തന്നെ BJP ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ സഖ്യകക്ഷികളും BJPയും NDAയും ചേർന്ന് നോക്കിയാൽ എത്രയോ ക്രിസ്ത്യൻ 200-ലധികം ക്രിസ്ത്യൻ MLAമാരുണ്ട്, ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്. അതൊക്കെ BJPക്ക് ഒരു വലിയ രാഷ്ട്രീയ ഗുണം ആണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഏതായാലും ഇത് വരും ദിവസങ്ങളിൽ ഇതിൽ സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ചോദിക്കും. ആളുകൾക്ക് ഇതിൽ മറുപടി പറയേണ്ടി വരും. സഭാ നേതൃത്വവും ഇത് വരും ദിവസങ്ങളിൽ ചർച്ചയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലപ്രഖ്യാപനത്തോടു കൂടി കൂടുതൽ ചൂടുപിടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം ഇന്ന് കേരളം ചർച്ച ചെയ്തത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. കേരളത്തിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ വലിയ തോതിൽ നടക്കുകയാണ്. പക്ഷേ എന്നാൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഒരു സമയം ആയിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു നിലപാട്. ഇക്കാര്യത്തിൽ തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് ചോദിക്കുന്നില്ല, കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ലീഗ് പറയുമ്പോഴും അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി മോഹം ലീഗിനുണ്ടോ എന്ന സംശയം അവിടെ നിൽക്കുകയാണ്. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗമുണ്ട് എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു. 100 സീറ്റിന് സാധ്യതയുണ്ട് എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ ലീഗിന് മികച്ച വിജയം നേടാൻ കഴിയും. അങ്ങനെ നേടിയാൽ ലീഗിന് സ്വാഭാവികമായും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ലീഗ് ചിലയിടത്തെങ്കിലും. മുസ്ലിം ലീഗിന് സംസ്ഥാനത്ത് അങ്ങനെ ഒരു അർഹതയുണ്ട് എന്ന് തുറന്നു പറയുന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. അപ്പം മുൻപ് CH മുഹമ്മദ് കോയ സാഹിബ്, അതുപോലെ ഔഖാദർ കുട്ടിനാഹിം ഒക്കെ ഇതുപോലെ ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അർഹതയുണ്ട്, അത് ചരിത്രപരമായ ഒരു അർഹതയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം നിലവിൽ പക്ഷേ അങ്ങനെ ഒരു അവകാശവാദത്തിനായി ശ്രമിക്കുന്നില്ല, അത് ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അർഹതയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല, പക്ഷേ ഭാവിയിൽ ചർച്ചകൾ വന്നാൽ അക്കാര്യം പരിഗണിക്കും എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. UDFന് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദം അങ്ങോട്ട് ആവശ്യപ്പെട്ട് ലീഗ് മുന്നണിയെ പ്രതിസന്ധിയിൽ ആക്കില്ല എന്ന് നേരത്തെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ലീഗിനകത്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന നിലപാട് തന്നെയാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഏതായാലും നമുക്ക് ഇന്നത്തെ ആ ലീഗിൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് അവർ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് അതിൽ നിന്നൊരു ചിത്രം നമുക്ക് ലഭിക്കും. കാണാം. നമ്മളിപ്പം ചർച്ച ചെയ്യേണ്ട, തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. ട്രെൻഡ് എല്ലാവരും വർത്തമാനം UDFന് അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ലീഗിനൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകുമോ? അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. അർഹത നേരത്തെ CH മുഹമ്മദ് കോയ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഔഖാദർ കുട്ടിനഹ സാഹിബ് ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും അത് ഞങ്ങൾക്ക് അർഹതയുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ക്ലെയിം ചെയ്ത് അത് നെഗോഷിയേറ്റ് ചെയ്യാൻ ഞങ്ങളില്ല എന്നുള്ളതാണ്.
അർഹത പറയുന്നുണ്ട് എന്തായാലും. അർഹത പറയുന്നു. അർഹത ഉണ്ടല്ലോ. അർഹത വെച്ചാൽ നേരത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനം ആവശ്യം ഇപ്പൊ നമ്മളത് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നേതാക്കൾ പിന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ചർച്ചകൾ വരുമ്പോൾ ഒരുപക്ഷെ അല്ല, ആ സമയത്തുള്ള ചർച്ചകളല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സമയത്തുള്ള ചർച്ചകൾ ആ സമയത്ത് നോക്കാം. ഏതായാലും അതാണ് അതിൻ്റെ ഒരു ചിത്രം. പ്രതിസന്ധിയിലാക്കാനില്ല, മുന്നണിയെ പ്രതിസന്ധിയിലാക്കാനില്ല. പക്ഷേ ലീഗിന് അതിനുള്ള അർഹതയുണ്ട്. അത് വേണമെങ്കിൽ ആവശ്യം വരുന്നൊരു ഘട്ടത്തിൽ ഇങ്ങോട്ട് ചോദിച്ച് നിങ്ങൾ നിർബന്ധിച്ചാൽ കേരളത്തിന് ഒരു ഉപമുഖ്യമന്ത്രി വേണം എന്ന് വളരെ സമ്മർദ്ദം ചെലുത്തിയാൽ ആകാൻ തയ്യാറാണ് എന്ന തരത്തിലാണ് പറയുന്നതെങ്കിലും ലീഗിൻ്റെ മനസ്സ് അറിയുന്നവർക്കറിയും അത് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് കൊതിക്കുന്നു എന്ന ചിത്രമാണ് കിട്ടുന്നത്. പക്ഷേ എന്തായാലും കേരളത്തിൽ ഈ ഉപമുഖ്യമന്ത്രി അത്ര ഒരു പരിചിതമായൊരു സംഭവമല്ല. കേരളത്തിൽ ഇതുവരെ ആകെ 3 നേതാക്കളാണ് ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ടുള്ളത്. അതിൽ ഒരു നേതാവ് കോൺഗ്രസിൽ നിന്നും മറ്റ് 2 പേർ മുസ്ലിം ലീഗ് നേതാക്കളുമാണ്. അതിൽ മുസ്ലിം ലീഗ് നേതാക്കളായിരുന്ന ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഔക്കാദർ കുട്ടി നാഹിയാണ് കൂടുതൽ കാലം ഈ ഉപമുഖ്യമന്ത്രിയായി ഇരുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന ആർ ശങ്കർ ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി. 1960-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വൻ വിജയത്തിലേക്ക് നയിച്ച ശങ്കർ പട്ടംതാണു പിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ അതിൽ ആദ്യം ഉപമുഖ്യമന്ത്രിയായാണ് സ്ഥാനം ഏറ്റെടുത്തത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. 1960 62 കാലഘട്ടത്തിലെ കാര്യമാണ്. പിന്നെ CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് എന്ന നിലയിൽ CH വലിയ ആദരണീയനായിരുന്നു. കേരളത്തിൻ്റെ 2ാമത്തെ ഉപമുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. 1 തവണ അദ്ദേഹം ആ പദവി വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കെ കരുണാകരൻ മന്ത്രിസഭയിലാണ് 2 മന്ത്രിസഭകളിലായി അദ്ദേഹം ആ പദവി വഹിച്ചത്. 81, 82, 83 അങ്ങനെ കുറച്ചു കാലം ഏതാണ്ട് 54 ദിവസത്തോളം അദ്ദേഹം കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായി CH മുഹമ്മദ് 54 ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും CH മുഹമ്മദ് കോയ ഇരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായത്. പിന്നീട് നിയമസഭാ സ്പീക്കറായും അദ്ദേഹം ഇരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായും നിയമസഭാ സ്പീക്കറായും മന്ത്രിയായും ഒക്കെ ഇരുന്ന ഒരു വ്യക്തി ആരാണ് എന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ കേരളത്തിൽ ഏക വ്യക്തി അദ്ദേഹം മാത്രമായിരിക്കും, CH മാത്രമായിരിക്കും. അപ്പോൾ മുഖ്യമന്ത്രിയായ ശേഷവും സംസ്ഥാനത്ത് മന്ത്രിയാകുന്ന ഏക വ്യക്തിയും CH തന്നെയാണ് എന്നതാണ് അതിലെ ഒരു രസകരമായ കാര്യം. ഇപ്പോൾ തുടർച്ചയായ 6 മന്ത്രിസഭകളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് കെ ഔക്കാദർ കുട്ടി നാഹ, മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ ഔക്കാദർ കുട്ടി നാഹ 3ാമത്തെ ഒരു ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഹമ്മദ് കോയയുടെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹം ഈ ഉപമുഖ്യമന്ത്രിയായി വരുന്നത്. കരുണാകരൻ മന്ത്രിസഭയിലാണ് 83 മുതൽ 87 വരെ ആ പദവി വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും അധികം കാലം അങ്ങനെ ആ പദവിയിൽ ഇരിക്കാൻ അത് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. അപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു കാലത്തിന് ശേഷം 87-ന് ശേഷം കേരളത്തിൽ പിന്നെ അങ്ങനെ ഒരു ചർച്ച വളരെ സജീവമായിട്ടില്ല. ഏതായാലും വീണ്ടും ഒരു ഉപമുഖ്യമന്ത്രി എന്ന ഒരു പ്രയോഗം വരികയാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലേക്ക് ഇനി കൂടുതൽ വരാം. ഇനിയും മറ്റു ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമായി. ഇനി നോക്കാം നമുക്ക് ഇന്നത്തെ സുപ്രധാനമായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ. VD സതീശനെ പരിഹസിക്കുകയാണ് AK ശശീന്ദ്രൻ. വനവാസത്തിന് പോകുന്നതിന് സതീശന് ആശംസകൾ നേരുന്നു എന്നാണ് വനം മന്ത്രി എന്ന നിലയിൽ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ താൻ ഒരുക്കി കൊടുക്കാം എന്നുമാണ് ശശീന്ദ്രൻ പറയുന്നത്. മുഖ്യമന്ത്രിയാകണമെന്ന സതീശൻ്റെ ആഗ്രഹം നടക്കില്ല എന്നും ശശീന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ സീറ്റും നേടി 3ാം ഊഴത്തിലേക്ക് കടക്കാനുള്ള പച്ചക്കൊടിയാണ് ഇന്നലെ വോട്ടർമാർ കേരളത്തിലെ പോളിംഗ് ബൂത്തിൽ ചെന്ന് കാണിച്ചിട്ടുള്ളത്. ആ പച്ചക്കൊടിയെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ള മറുപടിയാണ് പിന്നെ കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധ്യതമാകട്ടെ. അങ്ങനെ അവർ തന്നെ ആശംസിച്ച സ്ഥിതിക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു അനുഗ്രഹം കൊടുക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നത് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തെ വനംവകുപ്പ് മന്ത്രി അവിടെ എല്ലാ സൗകര്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയാം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വിജയിക്കും എന്നാണ് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥി അബു ജോൺ പറയുന്നത്. കാഞ്ഞങ്ങാട് ഉൾപ്പെടെ വൻ നേട്ടം ഉണ്ടാകും. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിമാർ ആരൊക്കെ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമെന്നും അബു ജോൺ പറഞ്ഞു. പോളിംഗ് ശതമാനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വർധനമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷകളുണ്ട്, നല്ല ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തല്. ബൂത്ത് തല കണക്കുകൾ പരിശോധിക്കുന്നേ ഉള്ളൂ. ഇന്നലെ വൈകുന്നേരം കൂടിയ ഒരു മീറ്റിംഗിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. 8 സീറ്റ് മത്സരിച്ചു. ഇപ്പോൾ പൊതുവെയുള്ള ഒരു UDF തരംഗം
ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിൽ ഏറ്റവും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് തന്നെയാണ്. അതാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ മന്ത്രി പി രാജീവ് അടക്കം പരാജയപ്പെടുമെന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറയുന്നത്. രാജീവിൻ്റെ പദ്ധതികൾ പലതും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷിയാസ് പ്രതികരിച്ചു. ജില്ലയിൽ 14 സീറ്റും ഞങ്ങൾ വിജയിക്കും. അതും ചരിത്രപരമായ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടായിരിക്കും ഞങ്ങൾ വിജയിക്കുക. കോതമംഗലവും കുന്നത്തുനാടും കളമശ്ശേരിയും കൊച്ചിയും വൈപ്പിനും ഉൾപ്പെടെ 5 സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട 5 സീറ്റുകളും വലിയ മാർജിനിൽ ഞങ്ങൾ വിജയിക്കും. അതിനപ്പുറത്ത് 14 സീറ്റും ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തൻ്റെ 35 വർഷത്തിനിടയിലെ മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത്തവണ ഉണ്ടായതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. സമൂഹത്തിലെ ഒട്ടനവധി മേഖലകളിൽ നിന്ന് UDFന് പിന്തുണ ലഭിച്ചുവെന്നും സതീശൻ വ്യക്തമാക്കി. പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അവസാനത്തെ വോട്ട് വരെ കൊണ്ടുപോയി നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ കണ്ട UDFന്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. ഞാൻ അടുത്തറിഞ്ഞ് കണ്ടിട്ടുള്ള 35 വർഷത്തെ 91 മുതൽ 91ലും നല്ല പെർഫോമൻസ് 2001ലും UDFന് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലത്തെ ഒരു ആവേശകരമായ ഒരു പ്രവർത്തനം UDF പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഞാൻ എന്റെ ആദ്യത്തെ അനുഭവമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തിൽ മറുപടിയുമായി നേമത്തെ UDF സ്ഥാനാർത്ഥി ശബരിനാഥൻ വന്നു. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരുടെയും വോട്ട് തേടിയിട്ടുണ്ട്. സമുദായം നോക്കിയല്ല വോട്ട് ചോദിച്ചതെന്നും ശബരിനാഥൻ പറഞ്ഞു. വളരെ നല്ല പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, 80.62. എത്ര വോട്ടുകളാണെന്നുള്ള കണക്ക് വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു മുന്നേറ്റം ഉണ്ടാവും, നല്ല വിജയം ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ 18 വയസ്സിന് മുകളിൽ എല്ലാ ആളുകളെയും വോട്ടറായിട്ടാണ് ഇവിടുത്തെ ഒരു സംവിധാനം നിയോഗിക്കുന്ന തുല്യശക്തിയുള്ള പൗരനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവരെ ഹിന്ദു മുസ്ലിം എന്ന വേർതിരിവില്ല. വേറൊരു കാര്യം, ഞാനവിടെ പോകണമെന്ന് പറയാനല്ല ശ്രീ റഹീം നിൽക്കുന്നത്. ശ്രീ റഹീം ടെലസ്കോപ്പ് വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് എന്നെ നോക്കുന്നതല്ല അദ്ദേഹത്തിൻ്റെ പണി. നോക്കാം ഇനി ഇലക്ഷൻ ട്വിസ്റ്റ്. ഏതായാലും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഒരു തർക്കം കുറച്ച് ദിവസമായി മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ തർക്കത്തിൽ ഇന്ന് ചില പ്രതികരണങ്ങൾ വന്നത് ഒന്ന് ശിവൻകുട്ടിയുടേതാണ്. രേവന്ത് റെഡ്ഡിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ഉള്ളതെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രേവന്ത് ABVP-കാരനായിരുന്നു, അഴിമതി കേസിൽ ജയിലിൽ കിടന്ന ആളാണ് എന്നൊക്കെ ശിവൻകുട്ടി പറയുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന നടത്തിയ പദപ്രയോഗം ജനാധിപത്യ വിരുദ്ധമാണ്, അത് പിൻവലിക്കണം എന്ന് കരുതി താൻ ഒരാഴ്ച മിണ്ടാതിരുന്നു. പക്ഷേ അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി മറുപടി അതുകൊണ്ടാണ് പറഞ്ഞത് എന്നും ശിവൻകുട്ടി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പാരമ്പര്യം ഇന്ത്യ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയ പദപ്രയോഗങ്ങൾ അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. ആ പദപ്രയോഗങ്ങൾ പിൻവലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടി പറയാതെ ഒരാഴ്ചക്കാലം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോ മറുപടി പറയും, അല്ലെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കുമെന്നാണ് കരുതിയത്. അതിനു പകരം പൂർവാധിക ശക്തിയോടുകൂടി വീണ്ടും ആക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറുപടി എന്നുള്ള നിലയിൽ ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ദൈവം തമ്മിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ. ഏതായാലും രേവന്ത് റെഡ്ഡിയെ സംബന്ധിച്ചൊരു വിവരം ഇന്ന് തെലങ്കാനയിൽ നിന്ന് വരുന്നുണ്ട്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി സ്ത്രീകൾക്ക് വീണ്ടും സൗജന്യ സാരി വിതരണ പരിപാടിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വർഷവും അത് തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ പുതുപുത്തൻ നിറത്തിലുള്ള ഡിസൈനുള്ള സാരികൾ വിതരണം ചെയ്യും. ഇന്ദിരാമ സാരി പദ്ധതി എന്ന പേരിലാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നീല നിറത്തിലുള്ള സാരിയാണെങ്കിൽ ഇത്തവണ പാരറ്റ് ഗ്രീൻ തത്തമ പച്ച നിറത്തിലുള്ള സാരി വിതരണം ചെയ്യും എന്നൊക്കെയുള്ള വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ ചിത്രങ്ങളുമായി നാളെ വീണ്ടും കാണാം. നന്ദി.